എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇൻഡക്ഷൻ കുക്കറാണ് നോക്കാൻ പോകുന്നത്. ഇത് പ്രീതി കമ്പനിയുടെ ട്രെൻഡി പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പവർ പ്ലഗ് ചെയ്യുകയാണ്. ഞാൻ പവർ പ്ലഗ് ചെയ്ത് ലൈറ്റ് വന്നിട്ട് അങ്ങ് ഓഫായി. ഞാൻ പവർ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് ഒരനക്കമില്ല, മറ്റുള്ള സ്വിച്ചുകളൊന്നും പ്രസ് ചെയ്തിട്ട് ഒരനക്കമില്ല. ഇത് ഓണായിട്ട് അങ്ങ് ഓഫായി പോവും. പിന്നെ ഒരു അനക്കവും ഇതിലില്ല. പക്ഷേ ഈ നമ്മുടെ പവർ സ്വിച്ച് പ്രസ് ആവുന്നില്ല. അപ്പോൾ ഇത് അഴിച്ചിട്ട് നമുക്ക് ഈ ഫ്രണ്ട് കൺസോൾ പാനലിൻ്റെ PCB ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്താണ് സ്വിച്ചുകളൊന്നും കറക്റ്റാണോ, സ്വിച്ചുകളെല്ലാം കറക്റ്റായിട്ടിരിക്കുന്നുണ്ടോ, വർക്കിംഗ് ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഇല്ലാത്ത സ്വിച്ചുകളെല്ലാം മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ആകുമോ ഇല്ലയോ എന്ന്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കൺസോൾ സ്വിച്ചിങ് ബോർഡ്. ഈ ബോർഡ് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇതിൽ പവർ സ്വിച്ചിൻ്റെ അടുത്ത് ഒന്നുമില്ല, പവർ സ്വിച്ചൊക്കെ ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ഉണ്ടോ, ഈ ഒരു സ്വിച്ച് ഇവിടെ വരുന്നു, ഈ ഒരു സ്വിച്ച് ഇവിടെ ഇല്ല. അതായത് ഇതാണ് പവർ സ്വിച്ച് വരുന്നത്. പവർ സ്വിച്ച് ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ടു ലെഗ് പവർ സ്വിച്ചാണ് ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ റൗണ്ട് ടൈപ്പിലുള്ള ഒരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു പവർ സ്വിച്ച് ഇളക്കി മാറ്റിയിട്ടിട്ട് ഇരുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നോർമലി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ റിട്ടേൺ ഇത് പവർ ഓഫ് മോഡിലോട്ട് പോവുകയാണ്, അതായത് റീസെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഇതെന്ന് പറയുന്നത് ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ LED ഈ ഡിസ്പ്ലേ ഇതെല്ലാം കണക്ഷൻ ചേർത്തിട്ടാണ് ഈ ഒരു സ്വിച്ചുകളെല്ലാം കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്തുള്ള എല്ലാ സ്വിച്ചിൻ്റെയും കണ്ടിന്യൂറ്റി, ഏതെങ്കിലും സ്വിച്ച് ഷോർട്ട് ഉണ്ടോ എന്ന് കണ്ടിന്യൂറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ അതിന് നമുക്ക് മൾട്ടിമീറ്റർ ഓംസ് മോഡിൽ സെറ്റ് ചെയ്യണം. ഓംസ് മോഡിൽ സെറ്റ് ചെയ്തിട്ട് ഓരോ സ്വിച്ചിൻ്റെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം, ഏതെങ്കിലും സ്വിച്ച് ഷോർട്ട് ഉണ്ടോ ഇല്ലയെന്ന്. ഇത് ഓക്കെയാണ്, 11 മെഗാ ഓമുണ്ട്. ഇത് ഓക്കെ, ഇതും ഓക്കെ. ഈ സ്വിച്ചും ഓക്കെ. ഇത് ഓക്കെ. ഈ സ്വിച്ച് അത് ഓക്കെ. എല്ലാം മെഗാ ഓംസിലാണ് കാണിക്കുന്നത്, അതായത് സ്വിച്ച് വർക്കിംഗ് ആണ്, ഷോർട്ടിങ് ഇല്ലാത്ത സ്വിച്ചുകളാണ്. ഈ സ്വിച്ചുകൾക്കൊന്നും കംപ്ലൈൻ്റ് ഇല്ല, സ്വിച്ചുകളെല്ലാം നല്ല വർക്കിംഗ് സ്വിച്ചുകളാണ്, ഷോർട്ടിങ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ മെയിൻ ബോർഡും കൂടെ ഒന്ന് അഴിച്ച് നോക്കാം, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് വരാൻ കാര്യം. ഇത് തുറന്നപ്പോൾ നമ്മുടെ കോയിലിലോട്ട് പോകുന്ന കണക്ഷൻ ഊരിക്കിടക്കുകയാണ്, അതായത് മൊത്തം ഇവിടെ ഉള്ളിട്ട് ഊരിക്കിടക്കുകയാണ്. ചിലപ്പം ഈ ഒരു കോണ്ടാക്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇത് റീസ്റ്റാർട്ട് ആവുന്നതെന്ന് തോന്നുന്നത്. നമുക്കെന്തായാലും ഇതൊന്ന് അഴിച്ച് ഈ ഒരു കണക്ഷൻ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം, പ്രശ്നമാണോ ഇല്ലയോ എന്ന്. ഇവിടെ നല്ല രീതിയിൽ കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമുക്ക് ഇവിടെ ഇങ്ങനെയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ട് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ജമ്പർ വയറിട്ട് നേരത്തെ ആരോ പിടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിത് ഇനി ഒന്ന് സെറ്റ് ചെയ്ത് അതിൽ വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി ഇത് പഴയത് കണക്ക് ഓണായിട്ട് ഓഫായി പോകുന്നുണ്ടോ ഇല്ലയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അതിപ്പോൾ ഓണായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ
കറക്റ്റ് മറ്റേ ആ ഒരു പ്രശ്നം വരുന്നില്ല, ഓണായിട്ട് തിരിച്ച് ഓഫായി പോകുന്ന പ്രശ്നം വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വയറ് വിട്ട് കിടന്നുകൊണ്ടിട്ടാണ് ഈ ഒരു ഇപ്പോൾ നേരത്തെ ആ കംപ്ലൈൻറ്റ് കാണിച്ചത്. ഇനി നമുക്ക് പാത്രം കൂടെ വെച്ചിട്ട് പാത്രം സെൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പാത്രം സെൻസ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, നമ്മുടെ പാത്രം സെൻസ് ചെയ്യുന്നുണ്ട്, അതിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇനി നമുക്കിതെല്ലാം തിരിച്ച് അതേ കണക്ക് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് വെള്ളം ഒഴിച്ച് പാത്രം വെച്ചൊന്ന് ചൂടാക്കി നോക്കാം, കറക്റ്റായിട്ട് ചൂടാകുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ഞാനിത് മൊത്തം ഇതിനകത്ത് പഴയത് കണക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഫുള്ള് പഴയത് കണക്ക് തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്തിട്ട് വെള്ളം കറക്റ്റായിട്ട് ചൂടാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പവർ ഓണായിട്ടുണ്ട്. ഈ 120 എന്ന് കാണിച്ച് ഇത് ഈ ശബ്ദത്തോടുകൂടി എററൊന്നുമില്ലാതെ ഈ ഒരു ബീപ്പ് ശബ്ദത്തോടുകൂടി കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാത്രം സെൻസ് ആവാത്തത് കൊണ്ടിട്ടാണ് ഈ ഒരു ബീപ്പും കേട്ട് ഇതിങ്ങനെ നിൽക്കുന്നത്. നമ്മൾ പാത്രം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ആക്ടിവേഷൻ ആവുകയും ആ ബീപ്പ് ശബ്ദം മാറുകയും വരും, എന്നിട്ട് വെള്ളം ചൂടാവും. അപ്പോൾ ഇത് വെള്ളം നല്ല ചൂടായി ആവി വറക്കുന്നുണ്ട്. ഓക്കെ, നല്ല ചൂടാവുന്നുണ്ട് വെള്ളം. ഈ ഇൻഡക്ഷൻ കുക്കർ പൂർണ്ണമായിട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. Thank you for watching my videos. Bye.